ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി കോട്ടയം ബ്രാഞ്ചിന്റെ വേദപുസ്തക വായന യാത്രയിൽ എനിക്കും പങ്കാളിയാകാൻ മുഖാന്തരമായ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെ വൈസ് പ്രസിഡന്റ് മിസ്സിസ് സ്റ്റാർല ലൂക്ക് അവറുകൾക്കും ഈ ക്ലാസ്സുകളിലേക്ക് എന്നെ ക്ഷണിച്ച അഡ്വക്കേറ്റ് PV ചെറിയാൻ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. സാർ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് താമസിച്ച് നമ്മൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്തതുകൊണ്ട് ചില മിനിറ്റുകൾ കൂടെ നിങ്ങൾ 40 മിനിറ്റിന് ശേഷം നമ്മുടെ സൂം കട്ടാവും. അതിനുശേഷം വീണ്ടും ജോയിൻ ചെയ്ത് ക്ലാസ് പൂർണ്ണമായി കേട്ട് അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ഈ വേദപഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിളിലെ 2 പുസ്തകങ്ങളാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകവും ഉത്തമഗീതവും. ഈ 2 പുസ്തകങ്ങളുടെയും പഠനത്തിന് ആമുഖമായി ബൈബിളിലെ പദ്യകൃതികളെ കുറിച്ച് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എനിക്ക് മുമ്പ് ക്ലാസ്സിൽ എടുത്തവർ പറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ചില പൊതുധാരണകൾ കൂടെ ഇതിന്റെ പഠന സംബന്ധമായ വായനയ്ക്ക് സഹായകരമായി ഞാൻ പങ്കുവയ്ക്കട്ടെ. ആരാധന, ജ്ഞാനം, പ്രവചനം, വർഷിപ്പ്, വിസ്ഡം ആൻഡ് പ്രൊഫസി, ഇത് 3ഉം കാവ്യഭാഷ ഉപയോഗിച്ചിട്ടാണ് ആകർഷണമാക്കി ബൈബിൾ എഴുത്തുകാർ പങ്കുവയ്ക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം പ്രത്യേകിച്ച് ജ്ഞാനസാഹിത്യത്തിന് ഉദാഹരണമാണ്. കാവ്യഭാഷയിൽ തന്നെയുള്ള പുസ്തകമാണ് ഉത്തമഗീതം. അപ്പൊ ഈ 2 പുസ്തകങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള 2 പുസ്തകങ്ങളാണ്. എന്നാലും നിങ്ങളുടെ പഠനത്തിന്, നിങ്ങളുടെ വായനയ്ക്ക് സഹായകമായ രീതിയിൽ ഞാൻ ഏറ്റവും നല്ല ലളിതമായി നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. കവിത ഹൃദയത്തിന്റെ ഭാഷയായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൽ വികാര പ്രകടനമുണ്ട്, ഭാവനയുടെ സമ്മേളനമുണ്ട്. അങ്ങനെ എല്ലാ സമ്മേളനങ്ങളും ചേർന്ന പുസ്തകങ്ങൾ തന്നെയാണ് ഈ 2 പുസ്തകങ്ങൾ. അതിനാലാണ് പദ്യകൃതികൾ ഭാഷയായി ഇരിക്കുന്നത്. ഏറ്റവും നന്നായി നമ്മളെ ഇതിനോട് അടുപ്പിക്കുന്ന, ഏറ്റവും നന്നായി അത് മനസ്സിലാക്കി എടുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് കവിത. അപ്പോൾ ഈ കവിത വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കാവ്യഭാഷയിലാണ് ഈ 2 പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സഭാപ്രസംഗികളുടെ പുസ്തകം ഇത് ജ്ഞാനത്തിന്റെ പുസ്തകമാണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ബൈബിളിന്റെ ചിന്ത അനുസരിച്ച് അനുഭവത്തിൽ നിന്നും പഠിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവരെയാണ് ജ്ഞാനികൾ എന്ന് വിളിക്കുന്നത്. ഈ അനുഭവങ്ങൾ ഉപയോഗിച്ച് ഔദ്യോഗിക ചുമതലയിലേക്ക്, പ്രത്യേകിച്ച് രാജസ്ഥാനത്തിലേക്ക് പുതിയ തലമുറയെ പരിശീലിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്ത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജ്ഞാനശാസ്ത്രത്തിന്റെ ആരംഭം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അത് യുദ്ധത്തിന് പോകുമ്പോൾ എങ്ങനെ ചെയ്യണം, അറിവ് എങ്ങനെ നേടണം, ഒരു ന്യായം എങ്ങനെ വിധിച്ച് രാജ്യത്തെ സംരക്ഷിക്കണം, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുഭവത്തിലൂടെയാണ് പഠിക്കുന്നത്. അന്ന് ഇതുപോലുള്ള പുസ്തകങ്ങളോ ഓർമ്മപ്പെടുത്തലുകളോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അനുഭവങ്ങൾ ഉപയോഗിച്ച് പുതിയ തലമുറയിൽ ഔദ്യോഗിക ഭാരവാഹത്തിലേക്ക്, ചുമതലയിലേക്ക് വരുന്ന പുതിയ തലമുറയെ പരിശീലിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്ത സംരംഭമാണ് ജ്ഞാനശാസ്ത്രം. അതായത് വസ്തുതയെക്കുറിച്ച് ഉള്ള ഉൾക്കാഴ്ച, അത് എങ്ങനെ പ്രായോഗികതലത്തിൽ കൊണ്ടുവരുവാൻ കഴിയും, അതിനെക്കുറിച്ചുള്ള പ്രാഗൽഭ്യം. മാത്രമല്ല ധാർമ്മിക ഉത്തരവാദിത്ത ബോധത്തോടുകൂടെയുള്ള ജീവിതശൈലി, സ്വയം ബോധം, ഞാൻ ആരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്രിയാത്മകമായ കഴിവുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ജ്ഞാനം, അല്ലെങ്കിൽ ഇതിങ്ങനെ പ്രയോഗിക്കാനുള്ള കഴിവിനെയാണ് ജ്ഞാനം എന്ന് വിളിക്കുന്നത്. യാഥാർത്ഥ്യത്തോടെ എങ്ങനെ പ്രതികരിക്കും, പ്രത്യേകിച്ച് യോബ് പോലുള്ള പുസ്തകങ്ങളില് രോഗം വരുമ്പോൾ യാഥാർത്ഥ്യത്തോടെ, പ്രശ്നങ്ങൾ വരുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ, യുദ്ധം വരുമ്പോൾ യാഥാർത്ഥ്യത്തോടെ എങ്ങനെ പ്രതികരിക്കണം, മറ്റുള്ളവർക്ക് നന്മയും സന്തോഷവും വിജയവും എങ്ങനെ കൊണ്ടുവരാം, ഈ ശ്രമങ്ങൾ കൂടെ ഈ ജ്ഞാന പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ജ്ഞാനം നേടുന്നുള്ള ഈ ശ്രമങ്ങളിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നിലവാരമുള്ള ജീവിതം ലഭിക്കുന്നു, ദീർഘായുസ് ലഭിക്കുന്നു, അഭിവൃദ്ധി ഉണ്ടാകുന്നു, അഭിമാനം നേടാൻ കഴിയുന്നു. ഇതെല്ലാം നാം പുസ്തകത്തിൽ വായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ പുസ്തകത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള
ജ്ഞാന ആശയങ്ങളുടെ സമ്മേളനമാണ് ജ്ഞാന സാഹിത്യത്തിലുള്ളത്, വിസ്ഡം ലിറ്ററേച്ചർ. അവിടെ ഉപദേശങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ ജ്ഞാനത്തിന്റെ വലിയ ശൃംഖലയാണ് ഈ ജ്ഞാന സാഹിത്യം എന്ന് പറയുന്നത്. അതെങ്ങനെ നേടിയെടുക്കാൻ കഴിയും? കഠിന മാനസിക അച്ചടക്കം, ഉന്നത ആദർശശുദ്ധി, കടമ നിർവഹണ ബോധം. അപ്പൊ ഇതിനു വേണ്ടി പ്രത്യേക ഉന്നത വിദ്യാഭ്യാസം അന്നത്തെ രാജാക്കന്മാർ പുതിയ തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചിരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ജ്ഞാന സാഹിത്യങ്ങൾ പിന്നീട് ഉടലെടുത്തത്. ആദ്യ അനുഭവത്തിൽ നിന്നായിരുന്നു, പിന്നീട് അവർക്ക് ലഭിച്ച ഈ അനുഭവത്തിൽ നിന്ന് ലഭിച്ച കാര്യങ്ങളെല്ലാം പിന്നീട് സാഹിത്യ രൂപത്തിൽ അത് എഴുതി വെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ പ്രത്യേകിച്ച് 3 പുസ്തകങ്ങൾ ജ്ഞാനം മാത്രം ഉള്ളടക്കമാക്കി എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ഇവയാണ്: ഇയ്യോബിന്റെ പുസ്തകം, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി. അതിലൊന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സഭാപ്രസംഗി എന്ന് പറയുന്ന വാക്ക് എബ്രായ പദം കൊഹലത്ത് എന്ന എബ്രായ പദത്തിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക, പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കൊഹലത്ത് എന്ന് പറയുന്ന പദം കാഹൽ എന്ന് പറയുന്ന, അഥവാ സഭ അല്ലെങ്കിൽ കൂട്ടം, സമൂഹം എന്ന് പറയുന്ന വാക്കിന്റെ, കാഹൽ എന്ന പദത്തിന്റെ പാർട്ടിസിപ്പിൾ രൂപമാണ്. പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ക്രിയയിൽ നിന്നും ഒരു നാമത്തെ എങ്ങനെ, അല്ലെങ്കിൽ നാമവിശേഷത്തെ എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ജോലി എന്നതിൽ നിന്നും ജോലി ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്ന ആശയം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിസിപ്പിൾ രൂപമാണ് ഈ കൊഹലത്ത് എന്ന് പറയുന്നത്. കാഹൽ എന്ന് പറയുന്നത് സഭയാണ്. കൊഹലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പാർട്ടിസിപ്പിൾ രൂപം, അതായത് ക്രിയയിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന നാമവിശേഷണം. അങ്ങനെ പറയുമ്പോൾ സഭയുടെ അഥവാ സമൂഹത്തിന്റെ വക്താവ്, അല്ലെങ്കിൽ ഒരു വാക്ക്, സഭയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ശബ്ദം എന്ന അർത്ഥത്തിലാണ് സഭാപ്രസംഗി എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ ഈ പുസ്തകത്തെ വായിച്ചാൽ ഒരു സഭയുടെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെയോ നേതാവിന്റെ പ്രതിഫലനം, നിരീക്ഷണം, സമൂഹത്തെക്കുറിച്ചുള്ള ദർശനം, ഇവയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ പ്രതിപാദ്യമായി കാണുന്നത്. ഈ പുസ്തകം ഏത് കാലഘട്ടത്തിൽ എഴുതിയിരിക്കാം എന്നതിനെക്കുറിച്ച് വിവിധ ചിന്തകളുണ്ട്. പരമ്പരാഗതമായി ശലോമോന്റെ പേരാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എങ്കിലും പുതിയ തലമുറയിലുള്ള പണ്ഡിതന്മാർ ഈ ഭാഷയുടെ കാലഘട്ടം അനുസരിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ശലോമോന്റെ ഒരു കാലഘട്ടം പരമ്പരാഗതമായി നമ്മുടെ മനസ്സിലുണ്ട്. എങ്കിലും പുതിയ തലമുറയിലുള്ള പഠനങ്ങൾ കൂടെ നിങ്ങളുടെ മുമ്പിൽ 1-2 സെന്റൻസ് ഞാൻ പറയട്ടെ. യവന അഥവാ ഗ്രീക്ക് കാലഘട്ടത്തിന്റെ സ്വാധീനമുണ്ട് ഇതിന്. കാരണം ഇതിന്റെ പ്രത്യേക രചനാ ശൈലി, ഇതിന്റെ ഭാഷ യവന അല്ലെങ്കിൽ ഗ്രീക്ക് കാലഘട്ടത്തിന്റെ സ്വാധീനമുള്ളതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് സ്വാധീനം ഉള്ളതുകൊണ്ട് ഇതൊരു 3-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിലാണ് ഈ പുസ്തക രചനയ്ക്ക് അനുയോജ്യമെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനുള്ള കാരണങ്ങളുണ്ട്. 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങളുമായി ഞാൻ സംസാരിക്കുകയാണ്. അതിൽ ഒന്ന് തത്വചിന്ത തന്നെയാണ്, ഫിലോസഫി. അതായത് ഗ്രീക്ക് ഫിലോസഫിയുടെ അംശങ്ങൾ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് സ്റ്റോയിക് തത്വശാസ്ത്ര ചിന്തകൾ. അത് 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പിക്യൂരിയൻ തത്വശാസ്ത്രം, അതിന്റെ ചില അംശങ്ങൾ അധ്യായം 3-ന്റെ 18 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളിലും, അതുപോലെ തന്നെ 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളിലും ഉണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നതിലാണ് യൗവന കാലഘട്ടം ഇതിന് യോജിച്ചെന്ന് പറയുന്നത്. 2-ാമത്തെ കാരണം ചില ദ്വൈത ചിന്തകൾ, ഡുവലിസം. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്, പക്ഷെ നമുക്ക് ഇത് എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം ഒരുപക്ഷെ. ദ്വൈത ചിന്തകൾ, ഡുവലിസം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ 2ന്റെ ബന്ധം പറഞ്ഞ് കാര്യങ്ങൾ വ്യക്തമാക്കുക. അതായത് ജ്ഞാനം മൗഢ്യം, നന്മ തിന്മ, വെളിച്ചം ഇരുട്ട്, സ്നേഹം വെറുപ്പ്, ജീവൻ മരണം, ഇഹലോകം പരലോകം. ഇങ്ങനെ ഡുവലിസം ഉപയോഗിച്ച്, ദ്വൈത ചിന്തകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു ജ്ഞാനത്തിന്റെ രൂപം അത് യവന കാലഘട്ടത്തിലാണ് ഉണ്ടായത്. ഗ്രീക്ക് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഈ 2 കാരണങ്ങളാണ് ഈ പുസ്തകത്തിന് പുതിയ തലമുറയുടെ പണ്ഡിതന്മാർ 3-ാം നൂറ്റാണ്ട്, അതായത് ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം എന്ന് പറയാനുള്ള കാരണം.
എന്തായിരിക്കാം ഈ പുസ്തകം എഴുതാനുള്ള ഉദ്ദേശം? ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം പ്രധാനമായും ഡിഡാക്റ്റിക് ആണ്. ഡിഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ പഠനത്തിന് വേണ്ടി, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇത് പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പുസ്തകമാണ്. അങ്ങനെയാണല്ലോ ജ്ഞാന സാഹിത്യം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഇതൊരു ഡിഡാക്റ്റിക് ആണ്, പഠന സംബന്ധമായ ഒരു പുസ്തകമാണ്. ചുറ്റുപാടിലെ സംഭവങ്ങളിൽ നിന്നും ലഭിച്ച ജീവിതത്തെക്കുറിച്ചുള്ള 3 കാഴ്ചപ്പാടുകൾ. സഭാപ്രസംഗി വായനക്കാർക്ക് മുമ്പിൽ വയ്ക്കുന്ന ഈ 3 കാഴ്ചപ്പാടുകളാണ്. ഈ 3 കാഴ്ചപ്പാടുകളിൽ 2 അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല, 3-മതൊരെണ്ണമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം മുഴുവനായും പരിശോധിച്ചാൽ ഈ 3 കാഴ്ചപ്പാടുകൾ കാണാം. അതിൽ 2 ആദ്യത്തെ 2 അത് വളരെ പ്രശ്നമുള്ളതാണ്, അതുകൊണ്ട് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല. 3-മത്തതാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ 3 എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1-മത്തെ വീക്ഷണം അല്ലെങ്കിൽ ഓപ്ഷനാണിത്. ഇത് ആൾക്കാർക്ക് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. 1-മത്തെ ഓപ്ഷൻ, മറ്റുള്ളവരുടെ സമ്പത്ത് ഉപയോഗിച്ച് ജീവിതം ആഹ്ലാദവും ആസ്വാദ്യവുമാക്കി ജീവിക്കാം. മറ്റുള്ളവരുടെ സമ്പത്ത് ഉപയോഗിച്ച് ജീവിതം ആഹ്ലാദവും ആസ്വാദ്യവുമാക്കി ജീവിക്കാൻ കഴിയും. അതാണ് 1-മത്തത്. 2, പീഡനം, ബലപ്രയോഗം, അനീതി എന്നീ ആയുധങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ സമ്പത്ത് വെട്ടിപ്പിടിച്ച് ജീവിതം ആസ്വദിച്ച് ജീവിക്കുക. ഇതാണ് 2-മത്തത്. 3-മത്തതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചിന്താ വിഷയം. അതിലേക്കാണ് വായനക്കാരായ നമ്മെ അദ്ദേഹം ഈ പുസ്തകത്തിലേക്ക് ക്ഷണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജീവിതത്തെ സാഹോദര്യത്തിനായും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിലും ഒരു ഉപകരണമാക്കി ഉപയോഗിക്കുക. ഈ 3-മത്തേലാണ് സഭാപ്രസംഗി വായനക്കാരായ നമ്മെ നയിക്കുന്നത്. എന്താണ് ഈ പുസ്തകത്തിന്റെ ഒരു മെത്തഡോളജി, ഒരു രീതിശാസ്ത്രം? ഏത് രീതിയിലാണത് എഴുതിയിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. ഈ സഭാപ്രസംഗിയുടെ രചനാ രീതി അനുഭവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിനായി പറയുക, അതാണ് പ്രധാനം. അനുഭവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിനാണ് പ്രാധാന്യം. അത് ആണ് വേണ്ടത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു, അതിനുവേണ്ടി വാദിക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെയാണ് വേണ്ടതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, താങ്കൾ ഒരു കാര്യം എങ്ങനെ പഠിച്ചു, ഈ പ്രത്യേക കാര്യം എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ സാധാരണ വ്യക്തി പറയും, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അത് എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എന്നാൽ സഭാപ്രസംഗി പറയുന്നത്, എനിക്കിത് അറിയാം, കാരണം ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഈ പുതിയ രീതി അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് വ്യത്യസ്തമായ ഒരു മെത്തഡോളജി, രീതിശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. ഈ പുസ്തകത്തിലെ ഒരുപാട് പാഠങ്ങളിൽ 3 പ്രധാനപ്പെട്ട പാഠങ്ങൾ, ആ 3 പാഠങ്ങളോടുകൂടെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള നല്ല വീക്ഷണം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ 3 പാഠങ്ങൾ പഠിച്ച് അതിന്റെ ഒരു കൺക്ലൂഷൻ കൂടെ പറഞ്ഞ ആ പുസ്തകം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ 3 പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകൾ? 1, മായ അഥവാ പുറമോടി. പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടാണ്. ചുറ്റുപാടും സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് വേദനയോടും ഭീതിയോടും വളരെ സങ്കടത്തോടും കൂടിയാണ് സഭാപ്രസംഗി വിശദീകരിക്കുന്നത്. കാരണം ആ സാഹചര്യം അടിച്ചമർത്തലത്തിന്റെയും അക്രമത്തിന്റെയും ആധിപത്യത്തിന്റെയും അതിപ്രസരം നിമിത്തം എല്ലാ കാര്യങ്ങളും അർത്ഥശൂന്യമായി തീർന്നു. ഇവിടെയാണ് അർത്ഥശൂന്യം എന്നുള്ള വാക്കിന്റെ ഒരു പര്യായ പദമായി മായ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 1-ാം അധ്യായം 2-ാം വാക്യം, അതേപോലെ 12-ാം അധ്യായം 8-ാം വാക്യം ഈ പദം മായ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മായ എന്നുള്ള പദം ഹെബൽ എന്ന് പറയുന്ന എബ്രായ പദത്തിന്റെ പരിഭാഷയാണ്. ഹെബൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെട്ടെന്ന് ഉണ്ടായി പോകുന്ന നീരാവി പോലെയുള്ള അവസ്ഥ, കുമിളകൾ പോലെ ബബിൾസ് പൊട്ടിപ്പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന കാറ്റ്, അങ്ങനെ പെട്ടെന്ന് നൈമിഷികമായ ചില കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഹെബൽ, മായ, നഷ്ടപ്പെട്ടു പോകുന്നത്, നശ്വരം. പക്ഷേ ഈ അർത്ഥശൂന്യതയുടെ ഇടയിലും സന്തോഷത്തെയും അർത്ഥത്തെയും തിരയുകയാണ് സഭാപ്രസംഗി. പീഡനങ്ങളുടെയും സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെയും പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അദ്ദേഹം. എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾ? വളരെ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. അസ്തിത്വപരമായ ചില ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതിന്റെ 1-ാമത്തെ ചോദ്യം, ജീവിതത്തിന് അർത്ഥമില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 2-ാമതായി അദ്ദേഹം ചോദിക്കുന്നു, ഉണ്ടെങ്കിൽ എന്താണ് ആ ജീവിതത്തിന്റെ അർത്ഥം? എല്ലാ കാര്യങ്ങളും ശൂന്യവും താൽക്കാലികവും നഷ്ടപ്പെടുന്നതുമാണോ? ഇനി മറ്റൊരു ചോദ്യം, അത് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നതാണ്, മനുഷ്യർക്കും മറ്റു ജന്തുക്കൾക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ, വളരെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള, നമ്മളെ തന്നെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ജ്ഞാനിയുടെ പക്വതയിൽ ജീവിതത്തിന്റെ പാഠങ്ങൾ പങ്കുവയ്ക്കുകയാണ് സഭാപ്രസംഗി. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്, നശ്വരമാണ്. അതുകൊണ്ട് എത്രമാത്രം സൂക്ഷ്മതയോടുകൂടെ വേണം നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും ചെയ്യേണ്ടതെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണത്തിൽ ഒരു സെന്റൻസിൽ കൂടെ ഇത് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് മായ? എങ്ങനെ മായയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും? ദൈവത്തിന്റെ ഉദ്ദേശത്തിൽപ്പെടാത്ത എല്ലാ നേട്ടങ്ങളും, അത് എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് ലഭിച്ചാലും, ദൈവത്തിന്റെ ഉദ്ദേശത്തിലും ദൈവത്തിന്റെ ഇഷ്ടത്തിലും പെടാത്ത എന്ത് നേട്ടങ്ങളായാലും അത് വെറും മായയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മായയെ സമീപിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത ദൈവഭയം. ഈ മായയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ദൈവഭയം. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ യഹോവ ഭക്തി എന്നുള്ള രീതിയിലല്ല അദ്ദേഹം വായിക്കുന്നത്. അദ്ദേഹം ഒരു ക്രിയാപദമാണ് പറയുന്നത്. അതായത് ഒരു വേർബായിട്ടാണ്. നിങ്ങൾ യഹോവ ഭക്തിയുള്ളവരാകുവിൻ എന്നുള്ള രീതിയിലല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് യഹോവയെ ഭയപ്പെടുവിൻ എന്നുള്ള രീതിയിൽ ഒരു വേർബാണ്, ക്രിയാപദമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തിക്ക് ദൈവത്തോടുണ്ടാകുന്ന ഏറ്റവും ബഹുമാനം, ഏറ്റവും നല്ല രീതിയിലുള്ള ബഹുമാനം, ആ ബഹുമാനത്തിൽ നിന്നും എന്തൊക്കെ അനുഭവങ്ങളും വീക്ഷണങ്ങളും മനോഭാവം നമുക്ക് ഉണ്ടാകുമോ അതെല്ലാം കൂടെ ചേർത്തതാണ് ദൈവഭയം. അതായത് ദൈവത്തോടുള്ള ശരിയായ മനോഭാവത്തെയാണ് ദൈവഭയം എന്ന് ഈ പുസ്തകം പരാമർശിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുക എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക. ഇത് രണ്ടും ഒന്നിച്ചാണ് അദ്ദേഹം തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് അദ്ദേഹം വീക്ഷിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ കാതൽ തന്നെ അതാണ്. 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. ആ പൂർണ്ണ മനസ്സോടും താല്പര്യത്തോടും ദൈവത്തെ സ്നേഹിക്കുക, സേവിക്കുക. ഇത് ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആശയമാണ്. അതിന്റെ ആവർത്തനമാണ്, അതിന്റെ ഓർമ്മിപ്പിക്കലാണ് ഈ ആശയം, ഈ പുസ്തകത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്ന കേവലം ഭയം, വിറയ്ക്കുക, അല്ലെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കുക എന്നുള്ള അവസ്ഥയല്ല. ഇത് തിന്മയിൽ നിന്നുള്ള ഒഴിഞ്ഞിരിപ്പാണ്. ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ചുമ്മാതിരിക്കുകയല്ല, തിന്മയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ദൈവത്തെ ഭയപ്പെടുക എന്നതുകൊണ്ട് ഈ പുസ്തകം അർത്ഥമാക്കുന്നത്. അത്തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ജ്ഞാനത്തിന്റെ അച്ചടക്കമാണ്. ഒരു വിസ്ഡം, ഡിസിപ്ലിൻ, ജ്ഞാനത്തിന്റെ അച്ചടക്കത്തിന് ആണ് അദ്ദേഹം ദൈവഭയം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവഭയം എന്ന് പറയുന്നത് നമ്മുടെ പാതകൾക്കുള്ള കാവലാണ്. നമുക്കറിയാവുന്നതാണ് ദൈവത്തിന്റെ ഭയം, ദൈവത്തിന്റെ ഭക്തി കൊണ്ട് നമ്മുടെ പാതകളെല്ലാം നമ്മൾ എവിടെ പോകണം എന്നുള്ളതിന്റെ കാവലാണ്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവർ ശുഭമായിരിക്കും എന്ന് സഭാപ്രവർത്തകി ആവർത്തിച്ച് പറയുന്നത് അത് മുഖാന്തരമാണ്. ചുരുക്കത്തിൽ ദൈവത്തെ ദൈവമായി മനസ്സിലാക്കി ബഹുമാനിക്കുന്ന മനോഭാവമാണ് ദൈവഭയം. അത് മുഖാന്തരം തിന്മയെ ഉപേക്ഷിച്ച് നീതിയോടെ സത്യസന്ധമായി നടക്കുവാൻ കഴിയും. മൂന്നാമതായി അദ്ദേഹം പറയുന്ന ചിന്ത അതൊരു ഡുവലിസമാണ്, നന്മയും തിന്മയും. പല ഡുവലിസം ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് മരണം പോലെയുള്ള കാര്യങ്ങളും ജീവൻ എന്നുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഞാൻ നന്മയും തിന്മയും എന്നുള്ള ആശയത്തിൽ അതിനെ ഞാൻ പറഞ്ഞ് രൂപപ്പെടുത്തുകയാണ്. സഭാപ്രസംഗിയുടെ ചിന്തയിൽ മനുഷ്യർക്ക് നന്മയും തിന്മയും ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് നീതി ചെയ്യാനും ദുഷ്ടത പ്രവർത്തിക്കാനും മനുഷ്യർക്ക് കഴിയും. എന്നാൽ നീതി പ്രവർത്തിക്കുന്നതാണ് ജ്ഞാനം, അനീതി പ്രവർത്തിക്കുന്നത് മൗഢ്യം. ഈ അർത്ഥത്തിലാണ് സഭാപ്രസംഗി സംസാരിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ സുഖം അഥവാ സന്തോഷം എന്നത് നല്ലത് കാണുക, നല്ലത് ചെയ്യുക, നല്ലത് അനുഭവിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും സുഖം അനുഭവിക്കുക, എങ്ങനെയെങ്കിലും സന്തോഷം അനുഭവിക്കുക എന്നുള്ളതല്ല, നല്ലത് അനുഭവിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. എന്നാൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള സുഖം വെറും കുമിള പോലെയാണ്. അതാണ് മായ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നന്മ ലഭിച്ച് മഹാനാവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായി സമ്പാദിക്കുക, മുന്നിലെത്തുക എന്നുള്ളതല്ല, പകരം നന്മ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു കൊമേഴ്സ്യൽ ലാംഗ്വേജ് അല്ല. അദ്ദേഹം ഒരു വാണിജ്യ ഭാഷയിലല്ല നന്മയെ മനസ്സിലാക്കുന്നത്. നന്മ എങ്ങനെയാണ് കമേഴ്സ്യൽ ഭാഷയാവുന്നത്? അത് ആപേക്ഷികമാവുന്നത്. അതായത് ഒരു കാർ വാങ്ങിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു, കാറില്ലാതെ ആകുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നന്മ അതല്ല, ഇതൊരു ആപേക്ഷികമായ നന്മയല്ല, ജീവിതത്തിന്റെ വാല്യൂസിലാണ് നന്മ ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ ഗുണമേന്മ, മൂല്യം, വാല്യൂവിലാണ് പ്രാധാന്യം. അത് ലഭിക്കുമ്പോഴാണ് നമുക്ക് നന്മ ലഭിക്കുന്നത്. ദൈവം നന്മ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി നൽകുന്നു, തിന്മ പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. പരമ്പരാഗതമായി നമ്മൾ വിശ്വസിക്കുന്ന വേറൊരു കാര്യം, നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ, ശ്രദ്ധാപൂർണമായി സംഭാഷിക്കുന്നതിലൂടെ,
മനഃപൂർവ്വമായി ശ്രമിക്കുന്നതിലൂടെ നമ്മൾ ഉന്നതത്തിൽ എത്തുന്നു. ശരിയാണ്, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, ലജ്ജാകരമായ ജീവിതത്തിലൂടെ അതിന്റെ മാർഗത്തിലൂടെ നേടുന്ന ലാഭത്തെ സഭാപ്രസംഗി ആക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു. അതിന്റെ പേരാണ് മായ. അദ്ദേഹം അതിന് ഉദാഹരണമായി ചില പ്രതിഫല വിതരണത്തെ, അനീതിപരമായ പ്രതിഫല വിതരണം, റിവാർഡ് ഡിസ്ട്രിബ്യൂഷൻ, അത് അനീതിപരമല്ല, അത് അനീതിപരമായ ചില പ്രതിഫല വിതരണത്തെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 3 വേദഭാഗങ്ങളിൽ ഇത് കാണുന്നുണ്ട്. 1, 2-ാം അധ്യായം 20-ാം വാക്യം മുതൽ 26 വാക്യങ്ങളിൽ ഒരാൾ അധ്വാനിക്കുന്നു, മറ്റൊരാൾ സമ്പാദിച്ചു കൂട്ടുന്നു. ഒരാളാണ് അധ്വാനിക്കുന്നത്, വേറൊരാളാണ് പക്ഷേ സമ്പാദിക്കുന്നത്. 5-ാം അധ്യായം 12 മുതൽ 19 വാക്യങ്ങളിൽ ഒരാൾ അധ്വാനിച്ച് സമ്പാദിക്കുന്നു, എന്നാൽ ആ സമ്പാദ്യം വളരെ വേഗം നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് 3-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നീതിമാനും ദുഷ്ടനും അവർ അർഹിക്കുന്ന രീതിയിലുള്ള വിധി അല്ല ലഭിക്കുന്നത്. 8-ാം അധ്യായം 14-15. നീതിമാനും ദുഷ്ടനും അവർക്ക് അർഹിക്കുന്ന വിധി അല്ല ലഭിക്കുന്നത്. 8-ാം അധ്യായം 14-15. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ജീവിതം തീർന്നു, മായയാണല്ലോ, എങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം. പക്ഷെ അദ്ദേഹം ആ അർത്ഥത്തിലല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ സംഭവിച്ചു പോയതാണ്, ഇതിങ്ങനെ സംഭവിക്കേണ്ടതല്ല. ഇങ്ങനെ സംഭവിക്കേണ്ട കാരണം സ്വാർത്ഥ ലാഭത്തിനായി മനുഷ്യർ ഒരു ജീവിതഘടന ഉണ്ടാക്കിയത് മുഖാന്തരമാണ്. അപ്പോൾ എങ്ങനെ ഈ സ്വാർത്ഥ ലാഭത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ അവിടെ നമ്മൾക്ക് ജ്ഞാനം സമ്പാദിക്കാനും ഈ മായ മാറി നന്മ ലഭിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹത്തിന്റെ ജ്ഞാനം. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷനായിട്ട് സഭാപ്രസംഗിയുടെ ജ്ഞാനം എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്ന 1-ാമത്തെ ചിന്ത, പ്രയോജനരഹിതമായ ശ്രമം അതിന്റെ ഫലം. എന്ത് ശ്രമിച്ചാലും ഒരു ഫലം ഉണ്ടാവുമല്ലോ, പക്ഷേ പ്രയോജനരഹിതമായ ഒരു ശ്രമമായതുകൊണ്ട് അതിന്റെ ഫലവും മായ തന്നെയാണ്. അത് വ്യർത്ഥമാണ്. 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. 1-ാം അധ്യായം 4 മുതലുള്ള ഭാഗങ്ങൾ പറയുന്നത്, പരിവർത്തനമോ രൂപാന്തരമോ സംഭവിക്കാതെ തുടരുന്ന ഒരു പ്രവർത്തന ചക്രം, സൈക്ലിംഗ്, അതായത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അത് വിരസത മാത്രമേ സൃഷ്ടിക്കത്തുള്ളൂ, അതുകൊണ്ട് പ്രയോജനമില്ല. പുതിയ തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി ഒന്നുമില്ലാത്ത അവസ്ഥ, പഴയത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന അവസ്ഥ, അതിന്റെ പേരാണ് മായ. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ലക്ഷ്യസിദ്ധിയിലേക്ക് നയിക്കാത്ത പ്രവൃത്തികൾ. നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. ആ കാര്യങ്ങളെല്ലാം വെറും ക്ലേശങ്ങളായി മാത്രമേ നമുക്ക്, വൃഥാ പ്രയത്നങ്ങളായി മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതിന്റെ പേരാണ് മായ. അത് മായയായി പരിണമിക്കുന്നു. മാത്രമല്ല, പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ജ്ഞാനവും ഭോഷത്വവും ഒരുപോലെയാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത് പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ജ്ഞാനവും അങ്ങനെയുള്ള ജ്ഞാനവും അത് ഭോഷത്വവും ഒരുപോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വ്യസനവും അധ്വാനവും മാത്രമാണ് ഫലം. വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ പരീക്ഷണങ്ങൾ നമുക്ക് ദുഃഖം കൊണ്ട് മാത്രമല്ല. നമ്മൾ സാധാരണ അയ്യോ ദുഃഖം വന്നു, വിഷമം വന്നു, വേദന വന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പരീക്ഷണങ്ങളെ കാണുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് സന്തോഷം കൊണ്ടും സുഖം കൊണ്ടും പരീക്ഷിക്കപ്പെടാം. സ്വാർത്ഥമോഹമുള്ള ജീവിതം സുഖജീവിതം അത് വിഡ്ഢിത്തമാണ്. 2-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് അതാണ്. സ്വാർത്ഥമോഹത്തിന്റെ പ്രേരണയിൽ നിന്ന് വരുന്ന എല്ലാ ശ്രമങ്ങളും, എല്ലാ പരിശ്രമങ്ങളും, ഉയർച്ചകളും വെറും കാഴ്ചകൾ മാത്രമാണ്. 2-ാം അധ്യായം 4 മുതലുള്ള വേദഭാഗങ്ങൾ. ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. 4-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എത്ര പരിചയവും അനുഭവ പരിചയവും പ്രാപ്തിയും ധൈര്യവും കഴിവും ഉള്ള വ്യക്തിയാണെങ്കിലും മറ്റുള്ളവരുടെ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. 4-ാം അധ്യായം 9 മുതലുള്ള വേദഭാഗങ്ങൾ അദ്ദേഹം പറയുന്നത്, മനുഷ്യന് ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വ്യക്തികളായി ജീവിക്കുമ്പോഴല്ല നമുക്ക് ലഭിക്കുന്നത്, സമൂഹമായി ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ സ്വന്തം സൃഷ്ടിയിലെ അർത്ഥത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അവസാനമായി അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, ജ്ഞാനം നൽകി ജീവിതത്തെ വിജയകരമാക്കാൻ ദൈവത്തെ ഭയപ്പെടുക. അത് എപ്പോഴാണ് ദൈവത്തെ ഭയപ്പെടുന്നത്? വാർദ്ധക്യത്തിലായി ചിന്തിക്കാൻ ശേഷിയില്ലാത്തപ്പോഴാണ്. അങ്ങനെയല്ല. 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, എല്ലാം നന്നായിരിക്കുമ്പോൾ, യൗവനത്തിൽ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും കഴിവും സമ്പത്തും എല്ലാം ഉള്ളപ്പോൾ, എല്ലാം നന്നായിരിക്കുമ്പോൾ തന്നെ സൃഷ്ടാവിനെ തിരിച്ചറിയുക. ഇതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. വളരെ വേഗത്തിൽ അടുത്ത പുസ്തകത്തിലേക്കും കൂടെ വേഗത്തിൽ പോകട്ടെ.
ഉത്തമഗീതം ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ ബൈബിളിലെ പുസ്തകങ്ങൾ വെച്ച് ഏറ്റവും മനോഹരമായ പുസ്തകമാണ് ഉത്തമഗീതം. എന്നാൽ ഇതിന്റെ അതുല്യമായ ഉള്ളടക്കം നമുക്കറിയാം, നമ്മൾ വായിച്ചുള്ളവർക്കറിയാം, ഇതിന്റെ മറ്റു പുസ്തകങ്ങളിൽ വെച്ച് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതുല്യമായ ഇതിന്റെ ഘടന, ഇതിന്റെ ഉള്ളടക്കം നിരവധി വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറെ കാലം ഈ പുസ്തകത്തെ വെറും സെക്കുലർ, ലൗകികമായ ഒരു രചനയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മാത്രമല്ല, ഇത് കാനോനിൽ എങ്ങനെ വരും, ഇത് ദൈവവചനമാണോ, ഇൻസ്പയർഡ് ആണോ, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് പോലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിന് പ്രതീകാത്മകമായ വ്യാഖ്യാനങ്ങൾ പിന്നീട് എബ്രായ ശാസ്ത്രിമാർ കൊടുത്തു. അതായത് അലിഗറിക്കൽ വ്യാഖ്യാനം, സിംബലിക്, ഇതിന് പറയുന്ന അർത്ഥത്തിനപ്പുറം വേറൊരർത്ഥമുണ്ട് എന്ന് അവർ വ്യാഖ്യാനങ്ങൾ കൂട്ടിച്ചേർത്ത് അങ്ങനെയാണ് ഇത് വിശുദ്ധ പുസ്തകമായി അംഗീകരിക്കപ്പെട്ടത്. അതിന് കാരണമുണ്ട്. മറ്റ് എബ്രായ രചനകളിലും, പ്രത്യേകിച്ച് പ്രവചന പുസ്തകങ്ങളിലായ ഹോശയ, യിരെമ്യാവ്, ഹെസ്കേൽ, അവിടെയൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക പ്രതീകാത്മക വായനകൾ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഉദാഹരണത്തിന് ദൈവം ഭർത്താവെന്നും ഇസ്രായേൽ ഭാര്യം എന്നുള്ള വ്യാഖ്യാനം. ഈ വ്യാഖ്യാനം അനുസരിച്ച് പ്രണയിക്കുന്ന രണ്ടുപേർ, അതായത് ഇസ്രായേലും ദൈവവും, അവർ തമ്മിലുള്ള ബന്ധം, സ്നേഹം, ഓർമ്മകൾ, പൂർണ്ണ സമർപ്പണം, ഇവയെ ചിത്രീകരിക്കുന്നതാണ് ഉത്തമഗീതം. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത എബ്രായ ശാസ്ത്രിമാർക്ക് ഉണ്ടായി. പിന്നീട് കാലഘട്ടത്തിന് ശേഷം ക്രിസ്തീയ സഭയും വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രതീകാത്മക വ്യാഖ്യാനങ്ങൾ, അലിഗറിക്കൽ വ്യാഖ്യാനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഈ പുസ്തകം എങ്ങനെ കാനോനിലേക്ക് കടന്നു വന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാനോനിക അംഗീകാരവുമായി ബന്ധപ്പെട്ട ഈ പുസ്തകം നിരവധി ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് കാരണം രണ്ട് പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, ഇതൊരു ലവ് പോയിട്രിയാണ്, ഇതൊരു പ്രേമ കാവ്യമാണ്. രണ്ടാമത്തത്, ദൈവം, ന്യായപ്രമാണം, ഉടമ്പടി, ഇതൊക്കെയാണല്ലോ ബൈബിളിന്റെ മറ്റു ഭാഗങ്ങളിൽ വളരെ ഉയർന്നു നിൽക്കുന്നത്. ദൈവം എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ ആശയം, ന്യായപ്രമാണം, ഉടമ്പടി, ഇവയെക്കുറിച്ച് നേരിട്ട് ഒരു പരാമർശവും ഈ പുസ്തകത്തില്ല. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് ഈ പുസ്തകത്തെ അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന് ഉള്ള ചർച്ചകൾ വരാനുള്ള കാരണങ്ങൾ. ഈ പുസ്തകം പിന്നീട് അംഗീകരിക്കപ്പെട്ടതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം, പ്രശസ്തനായ ഒരു യഹൂദ റബിയുടെ അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞത്, എല്ലാ തിരുവെഴുത്തുകളും വിശുദ്ധമാണ്, ഉത്തമഗീതം അതിവിശുദ്ധമാണ്. അതിനർത്ഥം ആദിമ യഹൂദ സമൂഹം ഉത്തമഗീതത്തെ വെറും ലൗകിക പുസ്തകമായിട്ടല്ല, സെക്കുലർ എന്നുള്ള ആശയത്തിലല്ല, മറിച്ച് വിശുദ്ധ ഗ്രന്ഥമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. രണ്ടാമത്തെ കാരണം, പരമ്പരാഗതമായി ഇതിന്റെ രചന ശലോമോൻ രാജാവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ശലോമോൻ രാജാവിനെ കുറിച്ച് നമുക്കറിയാം, ലോകത്തിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ജ്ഞാനം ദൈവം കൊടുത്ത വ്യക്തി എന്നുള്ള അംഗീകാരം ലഭിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എഴുതി എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടാമത്തെ കാരണം ഈ പുസ്തകം അംഗീകരിക്കപ്പെടാനുള്ള കാരണം. മൂന്നാമതായി, ഈ പുസ്തകം പരാമർശിക്കുന്നത് മാനുഷിക പ്രണയമല്ല, ദൈവസ്നേഹമാണെന്നുള്ള ദൈവശാസ്ത്ര കാഴ്ചപ്പാട്. ഇത് കാനോനീകരണത്തെ സഹായിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഉത്തമഗീതം കാനോനിൽ പ്രവേശിച്ചത് പുസ്തകത്തിലെ മാനുഷിക സ്നേഹം നിരാകരിച്ചത് കൊണ്ടല്ല, പകരം ശരിയായ മാനുഷിക പ്രണയം ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന വെളിപ്പെടുത്തലിനാണ്. ഈ പുസ്തകത്തിന്റെ രചനാ പശ്ചാത്തലം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സിറിയയിലെ വിവാഹങ്ങളിൽ 7 ദിവസത്തെ പ്രത്യേക ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളിൽ വരനെയും വധുവിനെയും രാജാവും രാജ്ഞിയുമായി അലങ്കരിച്ച് സിംഹാസനത്തിന് സമാനമായ ഇരിപ്പിടത്തിൽ ഇരുത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിന് ആ ചടങ്ങുകൾക്ക് പശ്ചാത്തലമായി ഒരു പ്രത്യേക ഗീതം ആലപിക്കും. ആ ഗീതത്തിനെ വാസ്ഫ് എന്നാണ് പറയുന്നത്, WASF, വാസ്ഫ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വരന്റെയും വധുവിന്റെയും ശരീരഭംഗി വിവരിക്കുന്ന വരികളാണ് ഈ ഗീതത്തിലുള്ളത്. മാത്രമല്ല, മുന്തിരി, അത്തി, മാതളം ഇവയുടെ കൊയ്ത്തുകാല ആഘോഷവേളകൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയും ആൺകുട്ടിയും കണ്ടുമുട്ടുന്ന അവസരങ്ങളാണ്. അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ ഈ അവസരങ്ങൾ കൂടെ പ്രയോജനപ്പെടുത്തിയാണ് ഈ പുസ്തകത്തിന്റെ രചന മുന്നോട്ട് പോകുന്നത്.
ഈ പുസ്തകത്തിന്റെ കാലഘട്ടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായി ശലോമോൻ രാജാവിന്റെ എന്നുള്ള രീതിയിൽ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു എങ്കിലും ആധുനിക പഠിതാക്കളുടെ അഭിപ്രായത്തിൽ ഉത്തമഗീതം യഹൂദന്മാരുടെ പ്രവാസത്തിന് ശേഷം എഴുതപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള ചില കാരണങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. ഇതിന്റെ ഭാഷാ പ്രയോഗം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ബൈബിൾ ചരിത്രത്തിലെ പിൽക്കാല ഭാഷ, പിന്നീട് വന്ന എബ്രായ ഭാഷയിലെ ചില പ്രയോഗങ്ങൾ, അത് മുഖാന്തരമാണ് ഈ പുസ്തകത്തെ പിന്നീട് ഇത് പ്രവാസത്തിന് ശേഷം എഴുതി എന്ന് ആയി മനസ്സിലാക്കുവാൻ ഉള്ള കാരണം. അതുകൊണ്ട് തന്നെ അവർ ഈ പുസ്തകത്തിന്റെ ഈ കവിതാശേഖരം ക്രിസ്തുവിന് മുമ്പ് 8 മുതൽ 6 വരെയുള്ള നൂറ്റാണ്ടുകളോടാണ് സാമ്യമായി പറയുന്നത്. ഈ സാഹിത്യ രൂപം ക്രിസ്തുവിന് മുമ്പ് 8 മുതൽ 6 വരെയുള്ള നൂറ്റാണ്ടുകളോടാണ് സാഹിത്യപരമായി യോജിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഉത്തമഗീതത്തിന്റെ പുസ്തകത്തിന്റെ രചന, അതിന്റെ ഒരു പ്രേരണയുണ്ട്. ആ പ്രേരണ എന്ന് പറയുന്നത് ഈജിപ്തിലെ പ്രണയകഥകളാണ്. അതായത് ഈജിപ്ഷ്യൻ ലവ് ലിറ്ററേച്ചർ. അങ്ങനെയുള്ള പ്രണയകഥകൾ ഏറ്റവും നന്നായി വളർച്ച പ്രാപിച്ച കാലഘട്ടമായിരുന്നു ഈജിപ്തിലെ കാലഘട്ടം. യഹൂദന്മാരുടെ പ്രവാസ ശേഷമുള്ള കാലഘട്ടം. ആ അർത്ഥത്തിലാണ് ഈ പുസ്തകം പിന്നീട് എഴുതി എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ പുസ്തകത്തിന്റെ രചനാശൈലി? ഇതിന്റെ രചനാശൈലി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കവിതാശകലങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറുതും ലളിതവുമായ കവിതാശകലങ്ങൾ. ആൺകുട്ടി, പെൺകുട്ടി, പെൺകുട്ടികളുടെ സംഘം, ഇങ്ങനെ 3 ആയിട്ടാണ് ഇതിന്റെ ഈ പാട്ടിന്റെ ക്രമം. ആദ്യം ആൺകുട്ടി, പിന്നെ പെൺകുട്ടി, പിന്നെ പെൺകുട്ടികളുടെ സംഘം, അതിനൊരു കോറസ് ആയി പാടുന്നു. അപ്പൊ ഈ ഒരു ക്രമത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും പ്രണയ സംഭാഷണങ്ങളാണ് പുസ്തകത്തിന്റെ പ്രധാന അവതരണ വിഷയം. പ്രണയം, വിവാഹം എന്നീ ജീവിതത്തിലെ അടിസ്ഥാന വിഷയങ്ങൾ അതിനെ ഉയർത്തിക്കാണിക്കുക തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. യഹൂദ ജനതയെ സംബന്ധിച്ചോളം ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം, ശൈലി ഒന്നും പുതുമയുണ്ടാക്കുന്നതല്ല. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലെ കഥാപാത്രങ്ങളായ യോസഫിനെ കുറിച്ചും ഭാര്യ ആസനത്തിനെ കുറിച്ചും പ്രണയകഥകൾ വളരെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന പല കഥകളും ഇതുമായി സംബന്ധിച്ചുണ്ട്. എന്നാൽ അവയൊന്നും തിരുവെഴുത്തുകളായി പരിഗണിച്ചിട്ടില്ല, കാനോനൈസ്ഡ് ആയിരുന്നില്ല എന്ന് മാത്രം. എന്നാൽ യഹൂദന്മാർക്ക് ഇതിനെക്കുറിച്ച് വളരെ കാര്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ രചനയോട് അവർക്ക് വലിയ അതിർത്തിയൊന്നും ഇല്ല. മാത്രമല്ല, ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ എബ്രായരുടെ 7 ദിവസത്തെ വിവാഹ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ പുസ്തകത്തെ കാണുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തെ 7 ആയി ഭാഗിച്ച് പഠിക്കുന്നവരും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഈ പ്രണയകാവ്യത്തിൽ തിരുവെഴുത്തിന്റെ പ്രാധാന്യം എന്താണ്? മറ്റ് ആശയങ്ങൾ പോലെ തന്നെ ഉത്തമയുഗത്തിലെ പ്രണയ കവിതകളും പശ്ചിമേഷ്യയുടെ ഏൻഷ്യന്റ് വെസ്റ്റ് ഏഷ്യ എന്ന് പറയും, പശ്ചിമേഷ്യയുടെ എഴുത്തിന്റെ ഘടനയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിലെ കവിതകളുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പാടില്ല, കഴിയുകയില്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, വ്യക്തിപരമായ വീക്ഷണം അനുസരിച്ച് വ്യക്തികളുടെ സ്വകാര്യ നിമിഷങ്ങൾക്ക് സമൂഹ ജീവിതത്തിനോടൊപ്പമോ അതിലുപരിയോ ഇന്നും പ്രാധാന്യമുണ്ട്. നമുക്കും വ്യക്തിപരമായ നിമിഷങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് സമൂഹ ജീവിതത്തിനോടോ അതിന് ഉപരിയായിട്ടോ പ്രാധാന്യമുണ്ട്. ആഴത്തിലുള്ള സ്വകാര്യതയുടെ പരിപാലനമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർമ്മിക്കുന്നത്. ആശയങ്ങൾ പോലെ ഉത്തമയുഗത്തിലെ പ്രണയ കവിതകളും പശ്ചിമേഷ്യയുടെ ഘടനയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ആധുനിക കാലഘട്ടത്തിലെ കവിതകളുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വ്യക്തിപരമായ ജീവിതത്തിന് പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയുടെ സ്വകാര്യ പരിപാലനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തമയുഗത്തിലെ സ്വകാര്യ ഭാഷയിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. കാരണം ഇതിന് സമാനമായ രചനാശൈലി മറ്റു പുസ്തകങ്ങൾ കാണുന്നുണ്ട്. ഉദാഹരണം, സദൃശവാക്യം 5-ാം അധ്യായം 18-19 വേദഭാഗങ്ങളിൽ ഇതിന് സമാനമായ ആശയങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഈ രചനാശൈലി
ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഈ രചനാശൈലി. ഉത്തമഗീതത്തിലെ കവിതകൾ യൗവന ലോകത്തിന്റെ ഒരു ചിത്രമാണ് നൽകുന്നത്. സാധാരണ പ്രായമായവരുടെ ജീവിതക്രമം, വീക്ഷണം, രചനകൾ ഇവയാണ് നമ്മൾ മറ്റു പുസ്തകങ്ങളിൽ കാണുന്നത്. അതെല്ലാം വളരെ ഒരുപാട് കാലഘട്ടങ്ങളായി നമ്മൾ അംഗീകരിച്ചതാണ്. എന്നാൽ ഉത്തമഗീതത്തിന്റെ പ്രാധാന്യം, ഉത്തമഗീതത്തിലെ യൗവനക്കാരുടെ ജീവിത വീക്ഷണം, അത് പുതുമ നിറഞ്ഞതും ആശ്ചര്യമുളവാക്കുന്നതാണ്. എങ്കിലും ഈ വീക്ഷണത്തെ നിസ്സാരമായി കാണാൻ കഴിയുകയില്ല. യുവജന ലോകത്തിന്റെ വൈകാരിക, മാനസിക, ബൗദ്ധിക ആരോഗ്യം അത് സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഭാവിയെ നിശ്ചയിക്കുന്നതാണ്. അങ്ങനെ നോക്കിയാൽ കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സ്ഥിരത, രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധി എന്നിവയുടെയൊക്കെ ചിത്രം എന്നതൊക്കെയായിട്ട് ഒരു വേറിട്ട ചിത്രമാണ് ഉത്തമഗീതം പങ്കുവയ്ക്കുന്നത്. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട 3 പഠിപ്പിക്കലുകൾ പറഞ്ഞ് ഈ പുസ്തകത്തിന്റെ കൺക്ലൂഷനുകൾ പറഞ്ഞ് വേഗത്തിൽ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി, ഇത് സ്നേഹത്തിന്റെ ഒരു ദർശനം ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഉത്തമഗീതം പങ്കുവയ്ക്കുന്നത്. ദൈവം എന്നുള്ള വാക്ക് ആവർത്തിക്കാതെ തന്നെ ദൈവം പ്രതീക്ഷിക്കുന്ന മനുഷ്യബന്ധങ്ങളിലേക്ക്, വിവാഹത്തിലേക്കും സ്നേഹം അനശ്വര്യമാണെന്നും ഈ പുസ്തകം കാട്ടിത്തരുന്നുണ്ട്. ബന്ധങ്ങളിലെ ആഴത്തിലുള്ള വിശ്വസ്തതയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. സ്നേഹവും ഹൃദയബന്ധവും അതിശക്തിയുള്ളതായതുകൊണ്ട് വളരെ ജ്ഞാനത്തോടും വളരെ പക്വതയോടും കൂടെ, ആത്മനിയന്ത്രണത്തോടും കൂടെ വേണം ഇവയെ സമീപിക്കാൻ എന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. സ്നേഹമെന്നത് അധിനിവേശമോ കീഴ്പ്പെടുത്തലോ അല്ല, പൂർണ്ണ സമ്മതത്തോടുള്ള പരസ്പര ഇടപെടൽ മുഖാന്തരം സംഭവിക്കുന്ന ഒന്നാണത്. അതായത് സ്നേഹം സാധ്യമാകുന്നത് പരോക്ഷ ഘടകങ്ങളുടെ സ്വാധീനം കൊണ്ടല്ല, പകരം യഥാർത്ഥ ബന്ധം സ്വാഭാവികമായി സ്ഥാപിക്കപ്പെടുന്നത് കൊണ്ടാണ് സ്നേഹമുണ്ടാകുന്നത്. 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പരോക്ഷ ഘടകങ്ങളുടെ സ്വാധീനം ആകർഷണവും മോഹവും ജനിപ്പിച്ചേക്കാം, എന്നാൽ സ്നേഹം ജനിപ്പിക്കണമെന്നില്ല. ത്വക്കിന്റെ നിറം, പ്രത്യേകിച്ച് ത്വക്കിന്റെ നിറം കൊണ്ടുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ യഥാർത്ഥ സ്നേഹത്തെ ബാധിക്കുന്നില്ലെന്ന് പെൺകുട്ടി പറയുകയാണ് 1-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ. മാത്രമല്ല, സൗന്ദര്യം എന്നത് സമൂഹം നിർവചിക്കുന്നത് പോലെയല്ല, പരസ്പര ബന്ധത്തിൽ ഉണ്ടാകുന്ന അറിവാണത് എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, വിശ്വസ്തത എന്ന സമ്പത്തിനെ കുറിച്ച് ഈ പുസ്തകം നമ്മളോട് സംസാരിക്കുന്നു. ഉത്തമഗീതം അനുസരിച്ച് വഴിതെറ്റിയ അല്ലെങ്കിൽ അനിയന്ത്രിതമായ ബന്ധങ്ങളല്ല, സ്നേഹത്തിലൂന്നിയ ആത്മാർത്ഥവും പരസ്പര സമർപ്പണമുള്ളതും വിശ്വസ്തവുമായ ബന്ധമാണ് അനുഗ്രഹിക്കപ്പെട്ടത്. 2-ാം അധ്യായം 16-ാം വാക്യം, 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലെല്ലാം നമ്മളിത് കാണുന്നുണ്ട്. ബന്ധങ്ങളുടെ കാര്യത്തിൽ ആരോഗ്യകരമായ വൈകാരിക ജീവിതം, ഇമോഷണൽ ലൈഫ് രൂപപ്പെടുത്തണം. ഇന്നത്തെ തലമുറയ്ക്ക്, വർത്തമാന കാലഘട്ടത്തിലെ യുവതലമുറയ്ക്ക് മാതൃക തന്നെയാണ് ഉത്തമഗീതത്തിലെ ആ രചനാശൈലി. ഇവിടെ വിശ്വസ്തത ഒരു ബാധ്യതയോ ഭാരമോ അല്ല, മറിച്ച് സന്തോഷത്തോടെ ചെയ്യുന്ന ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കലാണ്. 2-ാം അധ്യായം 16-ാം വാക്യം, 6-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഇതിലെല്ലാം നമ്മൾ കാണുന്നത് വിശ്വസ്തത ഭാരമേ അല്ല, അത് സന്തോഷത്തോടെ ചെയ്യുന്നതാണ്. 3-ാം അധ്യായത്തിൽ 2 പേരിൽ ഒരാൾ, പെൺകുട്ടി ആൺകുട്ടി, അതിൽ 2 പേരിൽ ഒരാൾ 2-ാമത്തെ ആളെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ വേണമെങ്കിൽ കാണാത്തത് കൊണ്ട് മറ്റൊരാളെ കണ്ടെത്താം, അതാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ശൈലി. എന്നാൽ പുതിയ തലമുറയോടുള്ള ഏറ്റവും നല്ല സന്ദേശമാണ് ഈ പുസ്തകം നൽകുന്നത്. ഉത്തമഗീതം ഏറ്റവും ഉത്തമമായ പുസ്തകമായിരിക്കുന്നത്, ഗീതമായിരിക്കുന്നത് ഇതിലെ വിശ്വസ്ത ബന്ധത്തിന്റെ വീക്ഷണം കൊണ്ട് തന്നെയാണ്. വേദനാജനകമാണ്, ഒരാളെ കാണുന്നില്ല അല്ലെങ്കിൽ അന്യ വിട്ടിട്ട് പോയി നഷ്ടപ്പെട്ടു, വേദനാജനകമാണെങ്കിലും യഥാർത്ഥ സ്നേഹം വിശ്വസ്തതയിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന പുസ്തകം കൂടിയാണ് ഉത്തമഗീതം. പ്രശ്നം വരുമ്പോൾ ഉപേക്ഷിക്കുന്നില്ല എന്നതാണ് ഇവിടെ വിശ്വസ്തതയുടെ നിർവചനം. കണ്ടെത്താതിരിക്കുമ്പോഴും ഒറ്റയ്ക്കാവുമ്പോഴും പകരക്കാരെ കണ്ടെത്താതിരിക്കുന്നതാണ് വിശ്വസ്തത. യഥാർത്ഥ പ്രണയത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ആഗ്രഹമാണ് വിശ്വസ്തത. കൈപ്പോട് ചെയ്യേണ്ട കടമയല്ല ഇത്. ഇവിടെ വിശ്വസ്തത പ്രതിനിധാനം ചെയ്യുന്നത് ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ശക്തമായി മുദ്രയിട്ട് സുരക്ഷിതമാക്കപ്പെടേണ്ട സ്നേഹബന്ധത്തെയാണ്. 8-ാം അധ്യായം 6-ാമത്തെ വാക്യം.
മൂന്നാമത്തത്, അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദൈവശാസ്ത്രമാണ്. അദൃശ്യനാണെങ്കിലും അനുഭവിക്കാൻ കഴിയുന്ന ദൈവം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഉത്തമഗീതത്തിലെ ഈ വാക്കുകളില്ല. പുസ്തകത്തിലെ ദൈവശാസ്ത്രം നൽകുന്ന സന്ദേശമുണ്ട്. ആ സന്ദേശം പേര് ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ദൈവത്തെ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയും. പേര് ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും മനുഷ്യർക്ക് അനുഭവവേദ്യനായിരിക്കുവാൻ ദൈവത്തിന് കഴിയും. ഉത്തമഗീതത്തിൽ ദൈവം എന്നുള്ള പദമോ സമാന ആശയമോ രേഖപ്പെടുത്തിയിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. എങ്കിലും പുസ്തകം അടയാളപ്പെടുത്തുന്ന, ദൈവത്തെ പ്രദർശിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രകൃതിയുടെ രൂപകൽപ്പന, ആവാസക്രമം, സസ്യലതാദികളുടെ പ്രത്യക്ഷപ്പെടുന്ന ദൈവാനുഗ്രഹം, 1-ാം അധ്യായം 16-17 ഇവയെല്ലാം ദൈവത്തെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല, മനുഷ്യന്റെ ലളിതമായ ഏറ്റവും സാധാരണ സന്തോഷങ്ങളായ പ്രണയം, സൗന്ദര്യം, വിവാഹം എന്നിവ ഈ പുസ്തകത്തിലൂടെ വളരെ വ്യക്തമായി ദൈവത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ പുസ്തകം നൽകുന്ന വേറൊരു പ്രഖ്യാപനം കൂടിയുണ്ട്. കുടുംബം, ബന്ധങ്ങൾ എന്നിവ വെളിപ്പാടുകളാണ്. അതായത് നമ്മുടെ കുടുംബങ്ങളിലെ സ്നേഹം, ഐക്യത, വിശ്വസ്തത എന്നിവയിലൂടെ ദൈവത്തെ മറ്റുള്ളവർക്ക് നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും. വേദപണ്ഡിതനായ ക്രിസ്റ്റ്യൻ ഡി ഗിൻസ്ബർഗ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഉത്തമഗീതം ദൈവനിശ്വാസത്തെ അർഹിക്കുന്ന ഉജ്ജ്വലമായ ധാർമ്മിക പാഠങ്ങൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, ഉത്തമഗീതത്തിന്റെ ഉദ്ദേശം തന്നെ പ്രണയത്തെ ആഘോഷിക്കുകയല്ല, പകരം നന്മയുള്ള ജീവിതം ദൈവികമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. നന്മയുള്ള കുടുംബജീവിതം ദൈവികമാണ്, നന്മയുള്ള കുടുംബ ബന്ധങ്ങൾ ദൈവികമാണ്. അതാണ് ഈ പുസ്തകം പ്രഖ്യാപിക്കുന്നത്. അവസാനമായി ഈ പുസ്തകം നൽകുന്ന ചില വർത്തമാനകാല പാഠങ്ങൾ കൂടെ പറഞ്ഞ് ഈ പഠന ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പുസ്തകം നൽകുന്ന ചില വർത്തമാന പാഠങ്ങളിലേക്ക് നോക്കാം. ഉത്തമഗീതം ദൈവശ്വാസ്യമായിരിക്കുന്നത് ദൈവസ്നേഹം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മനുഷ്യ സ്നേഹം ചിത്രീകരിക്കുന്നത് കൂടി കൊണ്ടാണ്. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ പുസ്തകത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനം നിലനിന്നിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടതും ആണ്. സ്നേഹം ദൈവത്തിന്റെ സൃഷ്ടിയായതിനാൽ ശരിയായ ദിശയിലുള്ള ആഗ്രഹവും ആകർഷണവും പ്രണയവും ലജ്ജാവഹമല്ല, മറിച്ച് അത് വിശുദ്ധമാണ്. മറ്റൊരു കാര്യം ഈ പുസ്തകം പറയുന്നത്, വിവാഹം കടമയും കടപ്പാടും മാത്രമല്ല, അത് സന്തോഷവും ആനന്ദവും കൂടിയാണ്. മറ്റൊരു കാര്യം, പുസ്തകത്തിന്റെ രചനാശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഡമോഹത്തിന്റെ ചിത്രീകരണമല്ല, ദൈവത്തിന്റെ രൂപകൽപ്പനയിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടത് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഉൽപ്പത്തി പുസ്തകം 1:27 ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ രൂപകൽപ്പന നമ്മൾ ആദ്യം കാണുന്നത്. അതിന്റെ ഒരു ശൈലി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പുസ്തകത്തിലൂടെ. ഉത്തമഗീതം പഠിപ്പിക്കുന്നത് മനുഷ്യ സ്നേഹവും ദൈവസ്നേഹവും വിശുദ്ധമാണ്, രണ്ടും വിശുദ്ധമാണ്. അത് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. അത് നമ്മെ ഉപരിതല ആകർഷണങ്ങളിലേക്കല്ല, പകരം ആഴത്തിലുള്ള ഒത്തുചേരലിലേക്കാണ് നയിക്കുന്നത്. ബന്ധങ്ങളും സ്നേഹവും ആകർഷണങ്ങളിലേക്കല്ല, ആഴത്തിലുള്ള ഒത്തുചേരലിലേക്കാണ് നയിക്കേണ്ടത്. എന്നെ ഈ പുസ്തകങ്ങളുടെ ചില ചിന്തകൾ പറയാൻ വേണ്ടി ക്ഷണിച്ച എല്ലാവരോടും നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ 2 പുസ്തകങ്ങളുടെ പഠനവും ബൈബിൾ വായനയിൽ കൂടുതൽ വ്യക്തത നൽകുന്നതിനും ജീവിതത്തിൽ പുതിയ ദിശാബോധം നൽകുന്നതിനും ഇടവരുത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേട്ടിരുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അവസരം കേട്ടിരുന്നതിനും നന്ദി. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ.